ഹലോ, ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിലാണ്. പ്ലാനറ്റേറിയത്തിൽ വന്നത് എന്തുകൊണ്ട് നല്ലതായെന്ന് ഞാൻ പറയുള്ളൂ. അത് വരാൻ കാരണം തന്നെ മോനാണ് കേട്ടോ. ഞാനും ചേട്ടനും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരണത്. അപ്പോൾ മോന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ അവർ പ്ലാനറ്റേറിയം തിരുവനന്തപുരമാണ് പറഞ്ഞത്. പക്ഷേ മോന് ഒരു താല്പര്യമില്ല. അവൻ ഞങ്ങളോടെ വരണുള്ളൂ എന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു, എടാ ഫ്രണ്ട്സിൻ്റെ കൂടെ പോടാ, അതല്ലേ എടാ വൈബെന്ന്. എന്നിട്ട് ഞാൻ അവിടെ പിള്ളേരെ കാണിച്ചപ്പോഴും ഞാൻ പറയണ്ട, പിള്ളേരെ കണ്ടപ്പോഴും ഞാൻ കണ്ടടാ അവരൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് വരണേണ്ട. വേണ്ട, ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വരണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് വന്ന സ്ഥലമാണ് കേട്ടോ. എന്തായാലും വന്നതിൽ നഷ്ടമായില്ല. അവന് വേണ്ടി വന്നതായെങ്കിലും ശരിക്കും ഞങ്ങളും എൻജോയ് ചെയ്ത് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാനുള്ളത് 3D ഷോയും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നേ. പിന്നെ ഇത് ഇവിടെ വാട്ടർ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. സ്പേസാണത്. പക്ഷേ വാട്ടർ ഷോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ പാർക്കിലോട്ട് പോകുന്ന വഴിയാണിത്. പാർക്ക് 5 മണി വരെ ഉണ്ട്. ആ പോകുന്ന വഴി കുറേ പ്ലാൻസൊക്കെ ഉണ്ട്. അവർ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാൻസ് മാത്രമല്ല, പോണ വഴി ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ TV പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ എന്തൊക്കെ ആനിമൽസും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പം ആദ്യക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാത്തതാണ്. അവൻ പറയണം, അമ്മ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറയണുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വായിച്ച് കുറച്ചൊന്നും വായിച്ചില്ലേ. അപ്പോൾ എനിക്ക് ഡൈനോസറിനെ മാത്രമേ അറിയാവൂ, വേറെ അനിമൽസിനൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതിനകത്ത് തന്നെ കുറേ എന്തോ സ്മൈലോടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനിമൽസൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ വായിച്ചിട്ട് അങ്ങ് പോയേ. പിന്നെ ഇവിടെ പാർക്കിനകത്ത് അത്യാവശ്യം കുറച്ച് റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്ക പാർക്കിലും പോകുമ്പോൾ കിഡ്സിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ, നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ നമുക്കും കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനും കയറി, അത്യാവശ്യം കുറച്ച് ഇതിലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അതിനകത്ത് കയറാൻ പറ്റുന്നതിലൊക്കെ ഞാനും വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് നേരെ ഞങ്ങൾ 1:30-ക്കായിരുന്നു ഒരു ഷോ ഉണ്ടായിരുന്നത് സ്കൈ തിയേറ്ററിൽ. അപ്പോൾ ആ ഷോയും കണ്ട് വൈകിട്ട് 4 മണിക്ക് 3D ഷോയും കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും അടിപൊളിയായിരുന്നേ. പിന്നെ ബട്ടർഫ്ലൈ പാർക്ക്, പിന്നെ ഇതാണ് സ്കൈ തിയേറ്റർ. ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ.